ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് വെണ്ടപ്പൂക്കൾ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അതൊക്കെ നിങ്ങളെയും കാണിക്കാമെന്ന് കരുതി. വെണ്ടപ്പൂക്കൾ മാത്രമല്ല, വേറെ കുറച്ച് പൂക്കളോടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നട്ട് നനച്ചുണ്ടാക്കുന്ന ചെടികളിൽ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി കായ്ച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതെത്രമാത്രം നിങ്ങളെ പറഞ്ഞറിയിക്കാനാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്കത് സ്വയം മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനായിട്ട് നിങ്ങൾ ചെടികൾ നടുക, അവയെ പരിപാലിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരും. ഇതൊരു കുമ്പളത്തിൻ്റെ പൂവാണ്. ഇത് പടവലത്തിൻ്റെ പൂവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മുടെ തോട്ടത്തിൽ കുറേ തുമ്പച്ചെടികൾ നിൽക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് സാമ്പാർ ചീരയാണ്. ഇതിന് വളരെ കുഞ്ഞു പൂക്കളാണുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. ചീരയുടെ കുരു പോലെ വളരെ ചെറിയ കുരുക്കളാണ് ഈ ഒരു സാമ്പാർ ചീരയ്ക്കുള്ളത്. അതിൻ്റെ വിശേഷമൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം. പിന്നെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു പൂമൊട്ട് കണ്ടത്. ഇത് കൂർക്ക ചെടിയാണ്. ഇതിൻ്റെ പൂ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കൂർക്ക നടുന്നത്. ഇത് കൊത്തമരയുടെ പൂവാണ്. ഇത് തക്കാളി ചെടിയുടെ പൂവാണ്. ഈ പൂക്കൾ എപ്പോഴും താഴോട്ട് നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇത് നേരെ കാണാൻ ഇതുപോലെ ഇരിക്കും. പിന്നെ ഒരു പയർ ചെടിയുടെ പൂമൊട്ടും ടെറസിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ പാലച്ചെടിയുടെ പൂവും അതുപോലെ ശീമക്കൊന്നയുടെ പൂവും കണ്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.